നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലേക്ക് IDF മറ്റൊരു സംഘത്തെ കൂടി ഇറക്കിയിരിക്കുകയാണ്. എക്കാലത്തും ഹമാസ് ഭീകരരുടെ പേടി സ്വപ്നമായ പോരാളികൾ, അതേ ഒക്കഡ്സ് നായ്ക്കൾ ഹമാസിനെ കടിച്ചു കീറാൻ ഇറങ്ങി. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ മോസ്കാണ് അൽ അക്സ. ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ ജൂതരും ഇവിടെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്നു. ജൂതമതാചാരങ്ങൾക്ക് വിലക്കുള്ള ഇവിടെയാണ് ജൂതരുടെ വിശുദ്ധ ദിനത്തിൽ അതിക്രമിച്ചു കയറി ആരാധന നടത്തിയെന്ന് ഹമാസ് പറയുന്നു. ഇസ്രയേൽ സൈന്യം സുരക്ഷയൊരുക്കിയ പ്രാർത്ഥനയിൽ ഇസ്രയേൽ മന്ത്രി ബെൻഗ്വിർ ഹമാസിനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. ഇറാനും കളത്തിലേക്കിറങ്ങിയതോടെ പോരിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇതിന്റെ കൂടെ ഒക്കഡ്സ് നായ്ക്കളെ പേടിച്ച് ഹമാസ് നാലുപാടും ഇപ്പോൾ ഓട്ടം തുടങ്ങി. തുരങ്കങ്ങളിലേക്കും ഹമാസ് കേന്ദ്രങ്ങളിലേക്കും വേട്ടപ്പട്ടികളെ തുടലഴിച്ചു വിട്ടിരിക്കുകയാണ് IDF. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രത്യേക യൂണിറ്റാണ് ഒക്കഡ്സ്. ഇസ്രയേലി സൈന്യത്തിന്റെ K9 യൂണിറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഈ യുദ്ധത്തിൽ ഇതുവരെ 100 കണക്കിന് ഹമാസ് ഭീകരരെ ഒക്കഡ്സ് കടിച്ച് കാലപുരിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നായപ്പടയാളികൾ ഒട്ടും മോശക്കാരല്ല എന്ന് ഭീകരർക്കും അറിയാം. ഇവരെ ദൂരെ നിന്ന് കണ്ടാൽ ഉടൻ തന്നെ ഭീകരർ വെടിയുതിർക്കാൻ ആരംഭിക്കുന്നത് ആ ഭയം കൊണ്ടാണ്. പുറത്തുനിന്നുള്ള ആർക്കും അവരുടെ അടുത്ത് വരാൻ കഴിയില്ല. ശത്രുവിന്റെ ശബ്ദം അകലെ നിന്ന് മനസ്സിലാക്കി അവരെ ആക്രമിക്കുവാനുള്ള കഴിവും നായപ്പടയാളികൾക്കുണ്ട്. ഒക്ടോബർ 7 ഇസ്രയേലിലെ കിബട്സ് നഗരത്തിലാണ് ഹമാസ് ഭീകരർ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയത്. ഇവിടെ 100 കണക്കിന് ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. പലരെയും ഭീകരർ ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയിരുന്നു. മറ്റു ചിലരെ സ്വന്തം വീടുകളിൽ ബന്ദികളാക്കി വെച്ചു. എവിടെ നോക്കിയാലും നാശത്തിന്റെ അടയാളങ്ങൾ മാത്രം. ഈ പ്രദേശത്താണ് ആദ്യമായി ഇസ്രയേൽ പ്രതിരോധ സേന ഒക്കഡ്സ് യൂണിറ്റിനെ ആദ്യമായി വിന്യസിച്ചത്. ജനങ്ങളെ രക്ഷിക്കാനും ആവശ്യമെങ്കിൽ തീവ്രവാദികളെ ഇല്ലാതാക്കാനുമാണ് ഇവർക്ക് പരിശീലനവും നിർദ്ദേശവും നൽകിയിരിക്കുന്നതും. ഗാസയ്ക്ക് സമീപമുള്ള കഫർ അജ മേഖലയിൽ ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയ സമയത്ത് നരോ എന്ന നായയാണ് ഭീകരരുടെ നീക്കം തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ സൈന്യത്തെ അറിയിച്ചത്. സൈന്യത്തിന്റെ അടിയന്തര ആക്രമണത്തിൽ ഭീകരർ ചിന്നിച്ചിതറിപ്പോയി. എന്നാൽ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ഈ ആക്രമണത്തിൽ നരോ രക്തസാക്ഷിയായി മാറുകയായിരുന്നു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രത്യേക നായ വിഭാഗമായ ഒക്കഡ്സ് 1974 സ്ഥാപിതമായത്. യോസി ലബോക്ക് ആയിരുന്നു അതിന്റെ ആദ്യ കമാൻഡർ. സൈനിക പ്രവർത്തനങ്ങൾക്ക് നായ്ക്കളെ പരിശീലിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ യൂണിറ്റിന്റെ പ്രധാന ജോലി. മുൻപ് തട്ടിക്കൊണ്ടുപോകുന്നവരെ കണ്ടെത്തുവാനും അത് ചെയ്യുന്ന ക്രിമിനലുകളെ ആക്രമിക്കുവാനും ഒക്കഡ്സ് നായ്ക്കളെ പരിശീലിപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ അവർക്ക് കമാൻഡോ പരിശീലനവും നൽകുന്നുണ്ട്. തീവ്രവാദികളെ എങ്ങനെയൊക്കെ നേരിടാമെന്ന് പരിശീലിച്ച ശേഷമാണ് നായപ്പട്ടാളം ദൗത്യത്തിനിറങ്ങുന്നത്. പരിശീലനം ലഭിച്ച നായ്ക്കളെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഡ്യൂട്ടിക്ക് ഇടും. ഏത് സാഹചര്യത്തിലും ഡ്യൂട്ടി ചെയ്യാൻ ഇവർ തയ്യാറാണ്. ചില നായ്ക്കൾക്ക് വേട്ടയാടാനായി തെരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇസ്രയേലി അതിർത്തിയിലെ വിവിധ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ആയുധങ്ങൾ തിരയാനും ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ മണം പിടിച്ചു കണ്ടെത്താനും തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയവരെ കണ്ടെത്താനും ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ട്. ഹീബ്രു ഭാഷയിൽ നിന്നുള്ള ഒരു പദമാണ് ഒക്കഡ്സ്. സ്റ്റിംഗ് എന്ന വാക്കാണ് ഇത്. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന വാക്ക് വന്നത് ഈ സ്റ്റിങ്ങിൽ നിന്നാണ്. രഹസ്യമായി കണ്ടെത്തുക എന്നർത്ഥം. ഈ യൂണിറ്റിലെ ഓരോ നായയും വേട്ടക്കാരനാണ്, അതേസമയം അതിക്രൂരരുമാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനും ഈ നായ്ക്കൾക്ക് ക്രൂരന്മാരായ വേട്ടക്കാർ ആയി തീർന്നേ മതിയാകൂ. ഒക്കഡ്സ് യൂണിറ്റിലെ നായ്ക്കളുടെ പ്രധാന ജോലി തിരിച്ചാക്രമിക്കലും തിരച്ചിലും രക്ഷാപ്രവർത്തനവുമൊക്കെയാണ്.